ആളുകൾ കേൾക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നാണ്. ഈ കേൾക്കുന്നത് കൊണ്ട് പൈസ വാങ്ങുന്ന ആളാണ് ഞാൻ. ഇതുവരെ മറ്റുള്ളവരെ കേൾക്കാൻ, ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും ബോറുള്ള സംഗതിയായിരുന്നു മറ്റുള്ളവരെ കേൾക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നെഹ്ല ചേർത്ത് വെക്കേണ്ടതെന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മരണത്തിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ, വിഷാദരോഗം. 18 വയസ്സിന് മുകളിൽ 20 പേരെ നിങ്ങളെടുത്താൽ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട്, വിഷാദരോഗിയാണ്. ഇങ്ങനെ വിഷാദരോഗമുള്ള 2% ആളുകൾ, 100-ൽ 2 പേര് ഇമ്മീഡിയറ്റ്ലി ആത്മഹത്യ ചെയ്യും. നിങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്തിൽ ആ കുട്ടി മരിച്ചു, എന്തിനാണെന്നറിയില്ല, പെട്ടെന്ന് ആത്മഹത്യ ചെയ്യും. കൈ മുറിക്കുക, വളരെ ഈസി ആയിട്ട് ഞരമ്പ് മുറിക്കുക, പോവുക, ഇതാണ് സംഭവിക്കുന്നത്. എന്തിനു മരിച്ചു എന്നറിയില്ല. 17% ആളുകൾ അവർ ആത്മഹത്യയുടെ വക്കത്ത് ജീവിക്കുകയാണ്. 80% ആളുകൾക്ക് ഇതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. ഒന്നുകിൽ അവർ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകും, അല്ലെങ്കിൽ അവർ മന്ത്രവാദത്തിന് പോവും, അല്ലെങ്കിൽ ആത്മീയ ചികിത്സ, തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആത്മീയ ചികിത്സ. പിന്നെ കുറേ തട്ടിപ്പ് തെറാപ്പികൾ. ശരിക്ക് ഒരു 5-10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് പല ഡിപ്രഷൻ കേസസും. 40% നമ്മൾ ടെൻഷൻ അടിക്കുന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. 30% നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾക്കാണ് ടെൻഷൻ അടിക്കുന്നത്. 12% എനിക്കൊരു അസുഖമില്ല, ഈ സ്ക്രോൾ ചെയ്യുന്നത് കാരണം ഇത്തിരി എവിടെയെങ്കിലും ഒരു പെയിന് വന്നാൽ പിന്നെ ആ പെയിനെ കുറിച്ച് മാത്രം നമ്മളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അത് പിന്നെ ടണ്ണ് കണക്കിന് ഇത് ക്യാൻസറാണ് മറ്റേതാണെന്ന് പറഞ്ഞ് നിങ്ങളെ പോപ്പപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായാലും എനിക്കും അസുഖമുണ്ട് ഈ തോന്നലാണ് പലരുടെയും ടെൻഷൻ. 10% 10 മിനിറ്റ് നമ്മളൊന്ന് കേട്ട് നമുക്കൊരു നല്ല മറുപടി തരുന്ന ഒരാളോട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഡിപ്രഷനിലേക്ക് നയിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് സമയം വെറുതെ കളയുന്നു എന്നതാണ്. ദ മോർ യു ഐഡിൽ ദ മോർ യു വിൽ ബി സ്ട്രെസ്. കൂടുതൽ നിങ്ങൾ മടിയത്തിയാവുമ്പോൾ കൂടുതൽ സമയം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അനാവശ്യമായ ചിന്തകൾ മനസ്സിലേക്ക് വരും. 1,50,000 ചിന്തകൾ വരെ ഒരു ആവറേജ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു ദിവസം വരുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 5 ജോലി എടുക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിക്കാൻ സമയമല്ല, കാരണം ചിന്തിക്കാൻ സമയമല്ല. സോ ദ മോർ യു സ്ട്രെസ് ദ മോർ യു വർക്ക്. നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങൾക്കുള്ള മറുപടി. ഓൾ ദി ബെസ്റ്റ്.